നമ്മൾ ജെയ് അല്ലെങ്കിൽ നീറ്റ് പോലത്തെ കോമ്പറ്റേറ്റീവ് എക്സാംസിൻ്റെ പ്രീവിയസ് ഇയർ പേപ്പേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഇനോർഗാനിക് പാർട്ടായിട്ടുള്ള കെമിക്കൽ ബോണ്ടിങ്ങിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റും. ഒരുപാട് നല്ല നിലവാരമുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും പല സമയത്തും. അത് ഏറ്റവും കൂടുതൽ അതിൽ ഒരുപാട് തിയറീസ് ഉണ്ട്, ഹൈബ്രിഡൈസേഷൻ ഉണ്ട്, അല്ലെങ്കിൽ അതിൽ ഒരുപാട് ഷേപ്പിനെ പറ്റി സംബന്ധിച്ചിട്ട് കാര്യങ്ങളുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിലും ഈ ഹൈബ്രിഡൈസേഷനും ഷേപ്പും ഇതിൽ പഠിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അപ്ലൈ ചെയ്യേണ്ട ഒരു സ്ഥലമാണ് ബോണ്ട് പാരാമീറ്റേഴ്സ് എന്നുള്ളത്. ബോണ്ട് പാരാമീറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ബോണ്ട് ഓർഡർ, അതുപോലെ തന്നെ അത് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ആൻറ്റി ബോണ്ടിങ് അറിയണം. ഇനി ബോണ്ട് ലെങ്ത് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഷേപ്പ് അതിനെ ഇതാക്കുന്നുണ്ട്, അതിൻ്റെ മൾട്ടിപ്ലിസിറ്റി, എസ് ക്യാരക്ടർ, അതുപോലെ തന്നെ ബോണ്ട് എൻതാൽപ്പി, ബോണ്ട് ആംഗിൾ എന്നൊക്കെ പറഞ്ഞിട്ട് അതിനൊക്കെ എന്തുണ്ട് ഒരുപാട് ഈ പാഠത്തിൽ പഠിച്ച ഒരുപാട് കോൺസെപ്റ്റ്സ് അപ്ലൈ ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിൻ്റെ ആൻസർക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ അതിലേറ്റവും കൂടുതൽ ഡിഫിക്കൽട്ടി അല്ലെങ്കിൽ അതിലേറ്റവും കൂടുതൽ ട്രിക്കി ആയിട്ടുള്ള ഒന്നാണ് ബോണ്ട് ആംഗിൾ എന്ന് പറയുന്നത്. സോ ആ ബോണ്ട് ആംഗിൾ എങ്ങനെ ഈസി ആയിട്ട് കാണാം എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ശരിക്കും ബോണ്ട് ആംഗിൾ 5 മെത്തേഡ്സിലാണ് വരിക, അതായത് 5 രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് വരിക. സോ 5 രീതിയിലുള്ള ആ ക്വസ്റ്റ്യൻസും എങ്ങനെ ചെയ്യാം, എങ്ങനെയാണ് അതിൻ്റെ കോൺസെപ്റ്റ്സ് വൈസ് എങ്ങനെ ചെയ്യാം എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ നമ്മൾ ടൈപ്പ് 1 ആയിട്ട് എടുക്കുന്നത് വെച്ചാൽ എനിക്ക് തന്നിട്ടുള്ള ആറ്റംസ്, അതായത് സെൻട്രൽ ആറ്റം, ആ സെൻട്രൽ ആറ്റത്തിൽ എന്തില്ല, ലോൺ പെയേഴ്സ് ഇല്ല, പക്ഷെ അതിൻ്റെ ഹൈബ്രിഡൈസേഷൻ എന്താണ്, ഡിഫറൻസ് ആണ്. സോ ഹൈബ്രിഡൈസേഷൻ ഡിഫറെൻ്റ് ആണെന്നുള്ളതിൻ്റെ പ്രസക്തി എന്താ, വേറെ ഒന്നുമല്ല, നമ്മൾ ഷേപ്പ് പഠിച്ചാളാം അല്ലെങ്കിൽ ജോമെട്രി പഠിച്ചാളാം. SP എന്ന് പറയുന്നതിൻ്റെ ഷേപ്പ് ലീനിയറാണ്, എന്നാൽ sp3d2 എന്ന് പറയുന്നത് ഒക്ടാറ്റിലാണ്, 180 to 90 ആയി. സോ നിങ്ങൾ മനസ്സിലാക്കണം, 180 ഡിഗ്രി എന്ന് പറയുമ്പോൾ എന്താ, 180 ഡിഗ്രി എന്ന് പറയുമ്പോൾ ഇതാണ് 180 ഡിഗ്രി, ഇത് 90 ഡിഗ്രി. സോ അപ്പം എന്തുണ്ടാവും, ബോണ്ട് ആംഗിൾ, ഈ ആംഗിൾ എന്തുണ്ട്, വ്യത്യാസമില്ലേ. സോ അങ്ങനെ ഓരോ sp3, sp3, sp2, sp3d2, sp3d എന്ന് പറയുന്നവർക്ക് ഹൈബ്രിഡൈസേഷൻ മാറുമ്പോൾ അതിൻ്റെ ബോണ്ട് ആംഗിൾസും മാറുന്നുണ്ട്, അതിൻ്റെ ഷേപ്പിനനുസരിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് അപ്പോൾ SP എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ് അതിൻ്റെ ബോണ്ട് ആംഗിൾ നിങ്ങൾക്കറിയാം. നിങ്ങൾ ഇത് എന്ത് ചെയ്യണം, ഒന്ന് മെമ്മറൈസ് ചെയ്ത് നോക്കാം. സോ ഇതിന് മാത്രമല്ല, ഈ പാഠത്തിൻ്റെ നല്ല രീതിയിലുള്ള ക്വസ്റ്റ്യൻസിന് നിങ്ങൾക്ക് ഇത് വളരെ യൂസ്ഫുൾ ആവും. അല്ലെങ്കിൽ sp3dൻ്റെ ബോണ്ട് ആംഗിൾ എന്താണ്, അതിൻ്റെ ആക്സിൽ അല്ലെങ്കിൽ ഇക്വിറ്റോറിയലിൻ്റെ ബോണ്ട് ആംഗിൾ എന്താണെന്നുള്ള ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ പ്രീവിയസ് ആയി കാണാറുണ്ട്. sp3ൻ്റെ ബോണ്ട് ആംഗിൾ എത്രയാണെന്നുള്ള കാര്യങ്ങൾ, sp3 അല്ലെങ്കിൽ ആ ഷേപ്പ് എന്ന് പറയുന്നത് എന്താ, sp3 ആയപ്പോൾ 4, ടെട്രാഹെഡ്രലിൻ്റെ ജോമെട്രിയുടെ ബോണ്ട് ആംഗിൾ എത്രയാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റണം എന്ത്, 108 ഡിഗ്രി ആൻഡ് 28 മിനിറ്റ് ആർക്കാണുള്ളത്. സോ അപ്പോൾ നോക്കാം, ഇവിടെ SP ആണ് എന്ത് ഏറ്റവും കൂടുതൽ ബോണ്ട് ആംഗിൾ ഉള്ളത്, 180 ഡിഗ്രി. പിന്നെ ആരാ, sp2 അല്ലേ. അപ്പോൾ ബോണ്ട് ആംഗിളിൻ്റെ കേസിൽ എനിക്ക് ഇങ്ങനെ എന്താ പറ്റും, SP ഗ്രേറ്റർ ദാൻ, sp2 ഗ്രേറ്റർ ദാൻ, sp3 ഗ്രേറ്റർ ദാൻ, sp3 ഗ്രേറ്റർ ദാൻ എന്ത്, sp4 ഉണ്ടോ ഇല്ല, sp3d ആൻഡ് അറ്റ് ലാസ്റ്റ് sp3d2. സോ നോക്കി, SP-ൽ എത്ര ശതമാനം S ക്യാരക്ടേഴ്സ് ഉണ്ട്, എസും പിയും ഉണ്ട്. അപ്പോൾ എസ്സിലൊന്ന് പിയിലൊന്ന്, സോ 50% എന്നാണ് എസ്സിന്. sp2 പിയും 2 S1, അപ്പോൾ 3ൽ 1 മാത്രമാണ് ആരുള്ളത്, S ക്യാരക്ടർ. അപ്പോൾ അതെന്താ 33%. അത് നോക്കണം. അപ്പോൾ S ക്യാരക്ടർ ഡയറക്റ്റ്ലി ആണോ ഇൻവേഴ്സ്ലി ആണോ പ്രൊപ്പോർഷണൽ നോക്കാം. S ക്യാരക്ടർ എന്താ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ബോണ്ട് ആംഗിൾ. ആ കോൺസെപ്റ്റ് കൂടി കിട്ടിയല്ലോ. ബോണ്ട് ആംഗിൾ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിട്ട് ആക്കാം ബോണ്ട് ഓർഡർ. ബോണ്ട് ഓർഡർ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ എന്താ, ബോണ്ട് എൻതാൽപ്പി. ബോണ്ട് എൻതാൽപ്പി ഡയറക്റ്റ്ലി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ്, ബോണ്ട് ലെങ്ത്താണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, കണക്ട് ചെയ്ത് വിട്ടാം. പക്ഷെ നമ്മളിവിടെ സംസാരിക്കുന്നത് ബോണ്ട് ആംഗിൾ മാത്രം, അപ്പോൾ നമുക്ക് അതിൽ ഒതുങ്ങിയിട്ട് സംസാരിക്കാം. സോ ഇവിടെ നോക്കി, ഞാൻ ഇരിക്കുന്ന ഉദാഹരണം എന്താ, CH4ൻ്റെ ഹൈബ്രിഡൈസേഷൻ ഞാൻ ഇതാണെന്നുണ്ടെങ്കിൽ ഞാൻ സിംപ്ലി CH4ൻ്റെ ഹൈബ്രിഡൈസേഷൻ എന്ത് ചെയ്തു, sp3 ചെയ്തു. BF3 ആണെങ്കിൽ ഞാൻ അതിൻ്റെ ഹൈബ്രിഡൈസേഷൻ എന്ത് ചെയ്താൽ sp2 ചെയ്തു. ഇതോ ഞാൻ ചെയ്തു sp. ഞാനിങ്ങനെ sp3, sp2, sp എന്നൊക്കെയുള്ള ഹൈബ്രിഡൈസേഷൻ ചെയ്തു. ഹൈബ്രിഡൈസേഷൻ എഴുതണം, അല്ലെങ്കിൽ ഹൈബ്രിഡൈസേഷൻ കാണുന്ന ഇക്വേഷൻസ് ഒക്കെ അറിയാം അല്ലേ, ഹൈബ്രിഡൈസേഷൻ സിമ്പിളായിട്ട്. പക്ഷേ ഞാൻ ഇക്വേഷൻ വെച്ച് ചെയ്യില്ല, അതുകൊണ്ട് എനിക്ക് ഇക്വേഷൻ അറിയില്ല. ഞാൻ ഇങ്ങനെ ചോദിച്ചാൽ CH4 ആണ്, സിക്ക് എന്തുണ്ട് 4 വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ട് അല്ലേ. അതിൽ 4 വാലൻസ് ഇലക്ട്രോണും 4 ഹൈഡ്രജനായിട്ട് എടുത്തിട്ടുണ്ട്, ബോണ്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എന്താണ് അതിൻ്റെ ഹൈബ്രിഡൈസേഷൻ എന്താണ്, sp3 ആണ്. BF3 ബോറോൺ ഫാമിലിൻ്റെ വാലൻസ് ഇലക്ട്രോണിൻ്റെ നമ്പർ എത്രയും 3 ആണ്. ആ 3 ഇലക്ട്രോൺസും എന്ത് ചെയ്തിട്ടുണ്ട്, 3 F3 ആറ്റംസുമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ബോണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പോഴും അതിൻ്റെ ഹൈബ്രിഡൈസേഷൻ എത്രയുണ്ട്, sp2 3 ബോണ്ട് പെയർസ് ഉള്ളത്. സോ ഇവിടെ എന്താ, BCl2 ബെർലിയം ആൽക്കലി എർത്ത് മെറ്റൽ, Mg കാർബൺ എന്നൊക്കെ പറയുമ്പോൾ ബെർലിയം, മെഗ്നീഷ്യം, കാൽഷ്യം പോലത്തെ കാര്യങ്ങളൊക്കെ അടങ്ങുന്ന ആൽക്കലി എർത്ത് മെറ്റൽ എന്ന് പറയുന്നത് 2+ ആണ്, അല്ലെങ്കിൽ 2 ആണെങ്കിൽ അതിൻ്റെ വാലൻസ് ഇലക്ട്രോൺ.
സോ ആ 2 രണ്ട് ഇലക്ട്രോണായിട്ട് എന്തുണ്ട്, 2 Cl ബോണ്ട് ഫോം ചെയ്യുന്നു. അപ്പോൾ സെൻട്രൽ ആറ്റമായിട്ടുള്ള ബിന്റെ ഹൈബ്രിഡൈസേഷൻ എന്താ, sp ആണ്. ഇവിടെ ഒക്കെ ഞാൻ സംസാരിക്കുന്നത് ഇതിൻ്റെ സെൻട്രൽ ആറ്റത്തെ കുറിച്ചാണ് സംസാരിക്കണം. ഞാനിവിടെ സീൻ്റെതാണ് sp3 എഴുതുന്നത്, എച്ചിൻ്റെതല്ല. അങ്ങനെ എച്ചിൻ്റെത് ഇതിലില്ല. ഇതിൽ ചിലതിലൊക്കെ എഴുതാൻ പറ്റുന്നുണ്ടെങ്കിലും അതിലൊന്നും ചിലതൊന്നും എഴുതാൻ പറ്റില്ല. ഇപ്പോൾ നോക്കുന്ന സമയത്ത് നമ്മൾ ബോണ്ട് നേരത്തെ മനസ്സിലാക്കിയാണ് sp ആണെന്നുണ്ടെങ്കിൽ എന്താണ്, sp ആണ് ഏറ്റവും ഗ്രേറ്റർ. ഈ ഓർഡർ നമുക്ക് മനസ്സിലാക്കണം. അപ്പോൾ ഇങ്ങനെയാണ് എന്ത് ചെയ്യേണ്ടത്, ഒരു ലോൺ പെയർ ഇല്ല, അതിൻ്റെ ഹൈബ്രിഡൈസേഷൻ ഡിഫറൻ്റ് ആണ് ചെയ്യേണ്ടത്. നമ്മൾ ടൈപ്പ് 2 നോക്കുന്ന സമയത്ത് ഹൈബ്രിഡൈസേഷൻ എന്താണ്, സെയിം ആണ്. നേരത്തെ നമ്മൾ ഹൈബ്രിഡൈസേഷൻ ഡിഫറൻസ് വെച്ചിട്ടാണ് എന്ത് ചെയ്തത്, കാറ്റഗറൈസ് ചെയ്തത്. ഇവിടെ ഞാൻ നോക്കി ഇത് CH4 NH3 H2 എന്ന് പറയുന്ന കോമ്പൗണ്ട്സ് അതുണ്ട്. ഇതെന്താ sp3 ആണ്, ഇതെന്താ sp3 ആണ്, ഇതും sp3 ആണ് അല്ലേ. നിങ്ങൾ എങ്ങനെയാണോ ഹൈബ്രിഡൈസേഷൻ കാണാൻ പഠിച്ചത് ആ രീതിയിൽ എന്ത് ചെയ്യുക, ഹൈബ്രിഡൈസേഷൻ കാണാം. ഓരോരുത്തർ ഓരോ മെത്തേഡ് ആയിക്കാം, ചിലർ ഇക്വേഷൻസ് ആയിക്കാം, ചിലർക്ക് ഫെമിലിയർ, ചിലർക്ക് അതിൻ്റെ സ്ട്രക്ചർ പഠിച്ചിലേക്കാം. നിങ്ങൾക്ക് ആപ്റ്റ് ആയിട്ടുള്ള മെത്തേഡ് ഏതാണോ അതിലെന്ത് ചെയ്യാൻ ഹൈബ്രിഡൈസേഷൻ ആണ്. ഞാൻ അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ NH3 ആണെന്ന് ഞാൻ പറയാം. NH3ൻ്റെ ബാലൻസ് ഇലക്ട്രോൺ എത്രയാണ്, 5 ആണ് അല്ലേ. അതിൽ 3 ബോണ്ട് പെയറും എന്തുണ്ട്, ഒരു ലോൺ പെയറും ഉണ്ട് അല്ലേ. അതുപോലെ തന്നെ H2 എടുക്കുകയാണെന്നുണ്ടെങ്കിലോ, H2O എടുക്കുകയാണെന്നുണ്ടെങ്കിൽ H2Oയിൽ 2 ബോണ്ട് പെയറും 2 ലോൺ പെയറും. അപ്പോൾ എന്താണ് sp3 ഹൈബ്രിഡൈസേഷൻ. ഇവിടെ എന്താ ഹൈബ്രിഡൈസേഷൻ സെയിം ആണ്, പക്ഷെ ഇതിൻ്റെ ലോൺ പെയർ നമ്പർ ഡിഫറെൻ്റ് ആണ് അല്ലേ. ലോൺ പെയർ ഞാൻ CH4 നോക്കുകയാണെങ്കിൽ എനിക്കറിയാം, നേരത്തെ നോ ലോൺ പെയർ എന്നുള്ള കേസിലും ഞാൻ CH4 എന്നുള്ള ഉദാഹരണം എടുത്തിരുന്നു, 0 ആണ്. NH3 എന്ന് പറയുമ്പോൾ 5 ബാലൻസ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞു, അതിൽ 3 ഹൈഡ്രജനുമായിട്ട് ബോണ്ടിങ്ങിൽ ഏർപ്പെട്ടിട്ടുള്ളൂ, ബാക്കി 2 അവിടെ ബാക്കിയാണ്. അതായത് ആ ലോൺ പെയർ എത്ര ഉണ്ട്, 1 ലോൺ പെയർ ഉണ്ട് ഇവിടെ ബാക്കി. അതുപോലെ തന്നെ H2 എന്തുണ്ട്, 2 ലോൺ പെയർ ഉണ്ട്. സോ ഞാനിവിടെ വേണ്ട ലോൺ പെയർ കൂടുമ്പോൾ എന്ത് ചെയ്യും, ബോണ്ട് ആംഗിൾ കുറയും. വൈ, എന്തുകൊണ്ട് ലോൺ പെയറിൻ്റെ എണ്ണം കൂടുമ്പോൾ ബോണ്ട് ആംഗിൾ കുറയുന്നു? എന്താണ് ഈ ലോൺ പെയർ, എന്താണ് ഈ ബോണ്ട് പെയർ അല്ലേ. ബോണ്ടിങ്ങിൽ ഏർപ്പെടുന്ന ഇലക്ട്രോൺസിനെ അല്ലേ, ബോണ്ടിങ്ങിൽ പങ്കെടുക്കുന്ന ഇലക്ട്രോൺസിനെ നമ്മൾ ബോണ്ട് പെയേഴ്സ് എന്നും, ബോണ്ടിങ്ങിൽ ഏർപ്പെടാതെ അതിൻ്റെ വാലൻസ് ഷെല്ലിലേക്ക് ഇലക്ട്രോൺസിനെ നമ്മൾ എന്തെന്നും പറയും, ലോൺ പെയേഴ്സ് എന്നും പറയും. ഈ ലോൺ പെയേഴ്സ് എന്ത് ചെയ്യും, ഏത് ലോൺ പെയേഴ്സ് ആണെങ്കിലും നിങ്ങൾ ഡൈപോൾ മൊമെന്റ് പഠിച്ച ഒരാളാണെങ്കിൽ ലോൺ പെയേഴ്സ് എപ്പോഴും എന്താ ചെയ്യുക, ലോൺ പെയേഴ്സ് അതിൻ്റെ സെൻട്രൽ ആറ്റത്തെ എന്ത് ചെയ്യും, അല്ലെങ്കിൽ അതിനെന്ത് ചെയ്യും, അതിൻ്റെ അടുത്തേക്ക് എന്ത് ചെയ്യും, പുഷ് ചെയ്യും അല്ലേ. അതൊരു കോൺസെപ്റ്റ്. അല്ലാണ്ടെങ്കിൽ വേറെ കോൺസെപ്റ്റ് നിങ്ങൾ പഠിച്ചതാണ്, ലോൺ പെയർ റിപ്പൾഷൻ ആണ്, ലോൺ പെയർ ബോണ്ട് പെയർ റിപ്പൾഷനേക്കാൾ കൂടുതൽ, അല്ലെങ്കിൽ ലോൺ പെയർ ബോണ്ട് പെയർ റിപ്പൾഷൻ ആണ് ബോണ്ട് പെയർ റിപ്പൾഷനെക്കാട്ടിയും കൂടുതൽ എന്നുള്ളതാണ്. ഇവിടെ എന്ത് ചെയ്യും, ലോൺ പെയർ ഉണ്ടായ സമയത്ത് ഒരു ലോൺ പെയർ ആണെന്നുണ്ടെങ്കിൽ ഒരു റിപ്പൾഷൻ ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്തു, ഒന്ന് കുറഞ്ഞു, എന്ത് ചെയ്തു, റിപ്പൾഷൻ കാരണം. അതായത് ഈ ബോണ്ട് പെയറും മുകളിലത്തെ ലോൺ പെയറും, അതായത് ഇവിടെ ഒരു ലോൺ പെയർ ഉണ്ടെന്ന് വിചാരിക്കും, ഇതൊരു ലോൺ പെയർ ആണെന്ന് വിചാരിക്കും, ഇതല്ലേ, ഇതിവിടെ റിപ്പൾഷൻ ഉണ്ട് അല്ലേ, ഇവിടെ റിപ്പൾഷൻ ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യും, ഈ ബോണ്ട് എന്ത് ചെയ്യും, ക്ലോസ് ആവും. ഈ 2 ലോൺ പെയർ ഉണ്ടെങ്കിലോ, 2 ലോൺ പെയർ ഉണ്ടെങ്കിലോ, 2 ലോൺ പെയർ 2 ബോണ്ട് പെയർ ഉണ്ട് അല്ലേ, ഈ 2 എന്ത് ചെയ്യും, റിപ്പിൾ ചെയ്യും, 2 എന്ത് ചെയ്യും, റിപ്പിൾ ചെയ്യും, 2 റിപ്പിൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ബോണ്ട് ആംഗിൾ എന്ത് ചെയ്യും, റെഡ്യൂസ് ആവും അല്ലേ. ബോണ്ട് ആംഗിൾ എന്ത് ചെയ്യും, അടുത്തേക്ക് നിൽക്കും അല്ലേ. റിപ്പൾഷൻ കുറക്കണമെന്നില്ല ചെയ്യുക, റിപ്പൾഷൻ കുറക്കാൻ വേണ്ടി ചെയ്യും, അടുത്തേക്ക് നിൽക്കും. അപ്പോൾ ലോൺ പെയർ കൂടുമ്പോൾ എന്ത് ചെയ്യും, ബോണ്ട് ആംഗിൾ കുറയും. സിമ്പിളി നിങ്ങൾക്ക് കോൺസെപ്റ്റ് എല്ലാം നിങ്ങൾ കാണാൻ പഠിക്കുന്ന ആളാണെങ്കിൽ സിമ്പിളി മനസ്സിലാക്കി വെക്കുക, ലോൺ പെയറിൻ്റെ എണ്ണം കൂടുമ്പോൾ ബോണ്ട് ആംഗിൾ എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ ഓർഡർ എങ്ങനെ എഴുതാൻ പറ്റും. ഇവിടെ ഏറ്റവും കൂടുതൽ ലോൺ പെയർ ഉള്ളതാർക്കാ, H2O ആണ്. സോ H2ൻ്റെ ബോണ്ട് ആംഗിളാണ് കുറവ്. ഈ CH4 നമ്മൾ ബോണ്ട് ആംഗിൾ എത്രയെന്ന് നേരത്തെ പറഞ്ഞതുപോലെ NH3 107, അതുപോലെ തന്നെ ഇതിൻ്റെയൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, സാധാരണ കാണാൻ പഠിക്കാറുണ്ട്, പല എക്സാംസിലും കണ്ടിട്ടുണ്ട്. ശരി, നമുക്ക് ഇനി മൂന്നാമത്തെ ടൈപ്പിലേക്ക് നോക്കാം. മൂന്നാമത്തെ ടൈപ്പ് എന്ന് പറയുമ്പോൾ ഹൈബ്രിഡൈസേഷൻ ആൻഡ് ലോൺ പെയേഴ്സിൻ്റെ എണ്ണം എന്താ, സെയിമാണ്. നേരത്തെ നമ്മൾ ഹൈബ്രിഡൈസേഷൻ ഡിഫറെൻ്റ് ആയി നോക്കി, പിന്നെ ലോൺ പെയേഴ്സിൻ്റെ എണ്ണം ഡിഫറെൻ്റ് ആയി നോക്കി. ഇപ്പോൾ ഇതാ ലോൺ പെയറും ഹൈബ്രിഡൈസേഷനും എന്താണ്, സെയിമാണ്. ഇപ്പോൾ നമ്മൾ ആരെ നോക്കേണ്ടത്, ബോണ്ടർ ആറ്റത്തിനെ നോക്കണേ. ബോണ്ടർ ആറ്റം അതും സെയിമാണ്, ബോണ്ടർ ആറ്റവും സെയിമാണ്. ബോണ്ടർ ആറ്റം അവിടെ സെയിമെന്ന് പറയാൻ കാരണം അടുത്തൊരു കണ്ടീഷൻ ഉണ്ട്, അതിന് വേണ്ടിയിട്ട്. പക്ഷേ അതിൻ്റെ സെൻട്രൽ ആറ്റം എന്താ, ഡിഫറെൻ്റാണ്. അപ്പോൾ നമ്മൾ ഏത് നോക്കേണ്ടി, അതിൻ്റെ സെൻട്രൽ ആറ്റത്തിനെ കുറിച്ചിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, സംസാരിക്കേണ്ടത്. ഇവിടെ ഞാൻ റിലേഷൻ എഴുതിയിട്ടുണ്ട്, അതായത് ഇലക്ട്രോ നെഗറ്റിവിറ്റി ഓഫ് സെൻട്രൽ ആറ്റം ഇൻക്രീസസ്, ബോണ്ട് ആംഗിൾ ഇൻക്രീസസ് എന്നുള്ളതാണ്. ഈ സെൻട്രൽ ആറ്റം അതിന് സിഗ്നിഫിക്കൻസ് ഉണ്ട്. അത് അടുത്ത ഉദാഹരണം ഞാൻ എഴുതുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കും. സോ എനിക്കുള്ളത് എന്താ, NH3 ആൻഡ് PH3 എന്നാണ്. നിങ്ങൾക്ക് നിങ്ങൾ മനസ്സിലായി, ഈ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഈ എക്സാമ്പിൾ പോവാം. NH3 ആൻഡ് PH3 2 നൈട്രജൻ ഫാമിലി, 2ൻ്റെയും വാലൻസ് ഷെല്ലിലുള്ളത് 5 ഇലക്ട്രോൺ, 2 ബോണ്ട് ചെയ്തിട്ടുള്ളത് 3 ആറ്റംസ് ആയിട്ട് അല്ലേ. സോ ഇതിൻ്റെ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത് 1 ലോൺ പെയർ പ്ലസ് 3 ലോൺ പെയർ ഈസ് ഈക്വൽ ടു 4, അതായത് sp3 ആണ്. sp3 അല്ലേ, sp3. So PH3 also is an sp3 and the NH3 have 1 lone pair and PH3 have 1 lone pair. Here the lone pair, number of lone pairs are same and hybridization are same and bonded atoms are same. The bonded atoms are hydrogens.
ഹിയർ ഓൺലി ദ ഡിഫറൻസ് ഈസ് സെൻട്രൽ ആറ്റം ദ നൈട്രജൻ ആൻഡ് ഫോസ്ഫറസ് അല്ലേ. നൈട്രജൻ ആൻഡ് ഫോസ്ഫറസ് ഇവിടെ ഏറ്റവും കൂടുതൽ ഇലക്ട്രോനെഗറ്റിവിറ്റി ഉള്ള ആർക്കാം നോക്കാം. സോ ഇവിടെ ഏറ്റവും കൂടുതൽ ഇലക്ട്രോനെഗറ്റിവിറ്റി ഉള്ള ആർക്കാം നൈട്രജനാണ്. സോ ഇവിടെ ഏറ്റവും കൂടുതൽ ബോണ്ട് ആംഗിൾ ഉണ്ടാവുക ആർക്കാണ് നൈട്രജനാണ് PH3. കാരണം എന്താ കൂടുതൽ എന്ത് ചെയ്യും. ഇപ്പോൾ ഞാൻ NH3 സ്ട്രക്ചർ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് റഫ് സ്ട്രക്ചർ ആണെന്നുണ്ടെങ്കിൽ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതെന്നെ എന്നല്ലേ എച്ച് അല്ലേ. ഇതെന്ത് ചെയ്യും, ഇവിടെ ലോൺ പേഴ്സ് ഒക്കെ ഉണ്ടോ, ലോൺ പേഴ്സ് കൂടുതലായിട്ട് ഇതൊക്കെ ആവും ആ കൺസിഡർ ചെയ്യില്ല. കാരണം എന്താ ഇവിടെ ലോൺ പേഴ്സിൻ്റെ എണ്ണം സെയിം ആണ്. ലോൺ പെയർ ഡിഫറെൻ്റ് ആണെന്നുണ്ടെങ്കിൽ ലോൺ പെയർ വെച്ച് കളിച്ചാൽ മതി. ഇനി ലോൺ പെയർ നോക്കണ്ട, ഹൈബ്രിഡൈസേഷൻ ഡിഫറെൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ലോൺ പെയറും അതൊക്കെ ഇതായതുകൊണ്ട് നമ്മൾ കേസ് അങ്ങനെ മനസ്സിലാക്കണം. അതായത് ഓരോ സ്റ്റെപ്പ് ഇതാവുമ്പോഴും ആദ്യം നമ്മൾ നോക്കിയപ്പോൾ അവിടെ ഹൈബ്രിഡൈസേഷൻ ഡിഫറെൻ്റ് ആയിരുന്നു. അപ്പോൾ ആദ്യം പ്രൈവറ്റ് നമ്മൾ ഹൈബ്രിഡൈസേഷൻ നോക്കി, അപ്പോൾ അത് സെയിം ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ലോൺ പെയർ നോക്കിയപ്പോൾ എന്ത് ചെയ്തു, അതും സെയിം ആയപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അതിൻ്റെ സെൻട്രലായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബോണ്ടർ ആറ്റം സെയിം ആണെന്നുള്ള കാര്യം എന്ത് ചെയ്യുക മനസ്സിലാക്കുക. ഇപ്പോൾ നോക്കാം, ഈ N മോർ ഇലക്ട്രോനെഗറ്റീവായി എന്ത് ചെയ്യും, മോർ അട്രാക്ട് ചെയ്ത് എന്ത് ചെയ്യും, ഇവിടെ ഒരു ഇലക്ട്രോൺ ക്ലൗഡ് എന്ത് ചെയ്യും ഫോം ചെയ്യും. അപ്പോൾ ഇലക്ട്രോൺ കൂടുതലായി, ഇപ്പോൾ ഇലക്ട്രോൺ എന്ത് ചെയ്യും ഭയങ്കരമായി, അപ്പോൾ എന്ത് ചെയ്യും, ഇത് റിപ്പിൾ എന്ത് ചെയ്യുമ്പോൾ അത് വിട്ടുനിൽക്കുമ്പോൾ ബോണ്ട് ആംഗിൾ കൂടും. സോ ജസ്റ്റ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് കോൺസെപ്റ്റും അറിയില്ല, നിങ്ങൾക്ക് കാണാൻ വിളിക്കുന്ന ഒരാളാണെങ്കിൽ ഇവിടെ ജസ്റ്റ് റിമെമ്പർ എന്താണ്, ഇലക്ട്രോനെഗറ്റിവിറ്റി ഓഫ് സെൻട്രൽ ആറ്റം ഇൻക്രീസസ്, ബോണ്ട് ആംഗിൾ ഇൻക്രീസസ്. നമ്മൾ ടൈപ്പ് 4 അവസാനത്തിലേക്ക് അടുത്ത് തുടങ്ങി അല്ലേ. ടൈപ്പ് 4 ഹൈബ്രിഡൈസേഷൻ ആൻഡ് ലോൺ പെയർ സെൻട്രൽ ആറ്റം സെയിം. ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ സെയിം, പക്ഷേ ബോണ്ടർ ആറ്റം എന്താണ് ഡിഫറെൻ്റാണ്. ഇവിടെ നോക്കാം H2O ആൻഡ് OF2. ഇനി സ്ട്രക്ചറൊക്കെ വരച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കാം H2 ഉണ്ട്, OF2 ഉണ്ട്. സോ H2O ആൻഡ് OF2 ഇവിടെ ഫ്ലൂറിൻ്റെ രണ്ടെണ്ണം, അതുപോലെ തന്നെ എന്താണ് H2 രണ്ടെണ്ണം. അപ്പോൾ സെൻട്രൽ ആറ്റം എന്താണ് ഇവിടെ സെയിം ആണ്. ഇതിൻ്റെയൊക്കെ ഞാൻ ഇതിൻ്റെ ഹൈബ്രിഡൈസേഷൻ ചെയ്താണെങ്കിൽ sp3 കിട്ടും. വൈ ഐ ഗോട്ട് sp3 ബിക്കോസ് ഇവിടെ എന്താണ് 2 ലോൺ പെയറും 2 ബോണ്ട് പെയർസ് ഉള്ളത്. സോ OF2 ആണെന്നുണ്ടെങ്കിൽ എന്താണ് sp3, ഇവിടെ രണ്ടെണ്ണം ഉള്ളത്. പക്ഷേ നോക്കി ഇവിടെ സെൻട്രൽ ആറ്റം ആരാ, ഓക്സിജനാണ്. ഓക്സിജൻ്റെ എന്താണ് ഇലക്ട്രോനെഗറ്റീവ് സെയിം. അപ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടി ബോണ്ടർ ആറ്റം ആരൊക്കെ ഉള്ളത്, ഹൈഡ്രജനും ഫ്ലൂറിനുള്ളത്. നേരത്തെ സെൻട്രൽ ആറ്റത്തിൻ്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടിയപ്പോൾ ബോണ്ട് ആംഗിൾ കൂടുന്നു പറഞ്ഞു. പക്ഷെ നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് ബോണ്ടർ ആറ്റംസിൻ്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുമ്പോൾ ബോണ്ട് ആംഗിൾ കുറയുന്നുള്ളതാണ്. സോ ഇവിടെ ഏറ്റവും കൂടുതൽ ഫ്ലൂറിനാണ്. സോ ഇവിടെ ഏറ്റവും കൂടുതൽ ബോണ്ട് ആംഗിൾ ഉണ്ടാവും H2 ഒക്കെ. കാരണം നേരത്തെ മോൾക്ക വലിച്ചത് ഇപ്പോൾ എടുക്ക വലിക്കാം, അടീക്ക വലിക്കാം. അതായത് ഇലക്ട്രോൺസിനെ എന്ത് ചെയ്യും, ബോണ്ടർ ആറ്റത്തേക്ക് വലിക്കും ആരം കാട്ടി. നൈട്രജൻ നേരത്തെ ഹൈഡ്രജൻ്റെ കയ്യിൽ നിന്ന് എടുക്ക വലിച്ചത് നൈട്രജൻ്റെ അടുത്തേക്ക് വലിച്ചത്. ഇവിടെ OF2 ആണ് അല്ലേ, OF2 ആകുമ്പോഴോ ഓക്സിജൻ ഇവിടെ ഉണ്ട്, F ഇങ്ങോട്ട് വലിക്കും. അപ്പോൾ നേരത്തെ ഡിഫറൻസ് സെൻട്രൽ ആറ്റം ആണെന്നുണ്ടെങ്കിൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ, അല്ല ഇനി ബോണ്ടർ ആറ്റം ആണെന്നുണ്ടെങ്കിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. അപ്പോൾ നോക്കാം NH3 ആൻഡ് NF3 നിങ്ങൾക്ക് അറിയാം ഇതിൻ്റെ ഹൈബ്രിഡൈസേഷൻ സെയിം കാരണം ഇതൊക്കെയാണെന്നുള്ളതാണ്. ഇവിടെ ഹൈഡ്രജനും ഫ്ലൂറിനും എന്തൊക്കെ ശരി